നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഓണം വിപുലമായി ആഘോഷിക്കുന്നതിന് സംഘടിപ്പിച്ച സംഘാടക സമിതി യോഗം റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതി പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ എവുപ്രാസ്യമയുടെ 19ാം തിരുനാൾ ഓഗസ്റ്റ് 20 മുതൽ 29 വരെ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ തലക്കടിയേറ്റ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ആഘോഷങ്ങൾ ലഹരി മുക്തമാക്കുക. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രൂപീകരണ യോഗത്തിൽ സംഘാടക സമിതി തീരുമാനമായി. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ ലഹരി മുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. നഗരത്തെ ദീപാലംകൃതമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. വീട്ടമ്മമാരെ കൂടി ഉൾപ്പെടുത്തി കലാപരിപാടികൾ ആസൂത്രണം ചെയ്യും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായി. പീച്ചി, വാഴാനി, സ്നേഹതീരം, തുമ്പൂർമുഴി, ചാവക്കാട് എന്നിവിടങ്ങൾക്ക് പുറമെ മുസിരിസിലും DTPCയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്താൻ തീരുമാനമായി. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിൽ നടക്കുന്ന കണ്ടശ്ശാംകടവ് ജലോത്സവം ഉൾപ്പെടെ വള്ളംകളികളും ജില്ലാതല ആഘോഷത്തിന്റെ ഭാഗമാകും. സെപ്റ്റംബർ 4 വൈകിട്ട് ഓണാഘോഷം ആരംഭിക്കും. 8 പുലിക്കളിയോടെ അവസാനിക്കും. മന്ത്രി കെ രാജൻ ചെയർപേഴ്സണായ സംഘാടക സമിതി രൂപീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ MK വർഗീസ്, കെ രാധാകൃഷ്ണൻ MP, ബെന്നി ബഹന്നാൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ മുഖ്യ രക്ഷാധികാരികളാണ്. ജില്ലാ കളക്ടർ കൺവീനർ P ബാലചന്ദ്രൻ MLAയും കൺവീനറായി പ്രവർത്തിക്കും. ജില്ലയിലെ MLAമാർ ചെയർപേഴ്സൺമാരായ ഉപസമിതികൾ രൂപീകരിച്ചു. MLAമാരായ ET ടൈസൺ, NK അക്ബർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി റാത്തോർ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാഷ്, DTPC സെക്രട്ടറി C വിജയരാജ്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നടത്തറ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് നിർവഹിച്ചു. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് അധ്യക്ഷനായി. തുടർച്ചയായി 9ാം വർഷമാണ് പഞ്ചായത്ത് പരിധിയിലെ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിയ ഗിഫ്റ്റൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, സ്കൂൾ അധ്യാപകർ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. ഒല്ലൂർ വിശുദ്ധ എവുപ്രാസ്യമയുടെ തിരുനാൾ ഓഗസ്റ്റ് 20 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 29 രാവിലെ തീർത്ഥകേന്ദ്രം മുൻ റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ ഊട്ടുനേർച്ച വെഞ്ചരിക്കൽ ചടങ്ങ് നിർവഹിക്കും. രാവിലെ 8 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 5 വരെ ഊട്ടുനേർച്ച വിതരണം നടക്കും. തിരുക്കർമ്മങ്ങൾക്ക് രാവിലെ 10 മണിക്ക് അതിരൂപത വികാരി ജനറൽ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികരാകും. വൈകിട്ട് 5 മണിക്ക് രാമനാഥപുരം രൂപത മെത്രാൻമാർ പോൾ ആലപ്പാട്ട് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ഊട്ടുനേർച്ചയിൽ 50,000-ൽ പരം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിരൂപത തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി, സിസ്റ്റർ ഹംബലിൻ CMC, സിസ്റ്റർ റാണി ജോർജ് CMC, തിരുനാൾ ജനറൽ കൺവീനർ ടാജ് ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുനാൾ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക എന്നതാണ് ഈ ഭക്ഷണത്തിന് ആരംഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓഗസ്റ്റ് 17-ാം തീയതി എടത്തുരുത്തി കാർമൽ ഭവന പള്ളിയിൽ നിന്ന് കർമ്മമാതാവിന്റെ പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് നൽകിയ പതാക തീർത്ഥകേന്ദ്രത്തിലേക്ക് തൃശ്ശൂർ തിരുവല്ല മെത്രാപ്പൊലീത്ത മാറാമ്പസ്ഥാനത്ത് പിതാവ് സ്വീകരിച്ച് ബലിയർപ്പിച്ചു. നാളെ
ഉച്ചതിരിഞ്ഞ് 5 മണിക്കുള്ള തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ച് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജയ്സിംഗ് കുരുമുളക്കിലച്ചൻ തിരുനാളിനെ കൊടിയേറ്റം നിർവഹിക്കുന്നതാണ്. എല്ലാ ദിവസങ്ങളിലും ഉച്ചതിരിഞ്ഞ് 5 മണിക്കാണ് നവനാം കുർബാന ഉണ്ടായിരിക്കുക. ഓരോ ദിവസങ്ങളിലും വിവിധ തലങ്ങളിൽ നിന്ന് ഉള്ളവരെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേരുന്ന ഓരോ വ്യക്തികൾക്കും ഭക്തജനങ്ങൾക്കും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഈ അവസരത്തിൽ നമ്മളുടെ ഈ ഒല്ലൂരിന്റെ പുത്രിയായി വളർന്ന് അനേകായിരങ്ങൾക്ക് ആശ്വാസമായി, സൗഖ്യമായി, പ്രത്യാശയായി മാറിയ വിശുദ്ധയുടെ തിരുനാൾ ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ, ഏറ്റവും ആഘോഷമായ വിധത്തിൽ നിർവഹിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുനാളിന്റെ ദിനം അത് 29-ാം തീയതിയാണ്. 29-ാം തീയതിക്ക് മുമ്പായി 28-ാം തീയതി ഏറ്റവും അടുത്ത ഒഴുക്കത്തോടനുബന്ധിച്ച് തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കും 5 മണിക്കുള്ള കുർബാനയോട് ചേർന്ന്. ISO അംഗീകാര നിറവിൽ മാടക്കത്ര CDS ISO സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കി മാടക്കത്ര ഗ്രാമപഞ്ചായത്ത്. കുടുംബശ്രീ മിഷൻ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന ISO സർട്ടിഫിക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് മാടക്കത്ര CDS ഈ നേട്ടം കൈവരിച്ചത്. കുടുംബശ്രീ CDSനു വേണ്ടി ISO സർട്ടിഫിക്കേഷൻ പ്രതിനിധി പ്രേമാനന്ദനിൽ നിന്നും റവന്യൂ മന്ത്രി കെ രാജൻ മാടക്കത്ര കുടുംബശ്രീ CDSനെ പ്രതിനിധീകരിച്ച് ISO അംഗീകാരം ഏറ്റുവാങ്ങി. മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സതി അജയൻ, മെമ്പർ സെക്രട്ടറി രമേശ് കുമാർ, CDS വൈസ് ചെയർപേഴ്സൺ അജിത, മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ദിവ്യ രജീഷ്, അക്കൌണ്ടന്റ് ദിവ്യ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർമാർ, കുടുംബശ്രീ CDS സബ് കമ്മിറ്റി അംഗങ്ങൾ, CDS അംഗങ്ങൾ, സപ്പോർട്ടിംഗ് ടീം എന്നിവർ പങ്കാളികളായി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കിടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മൊഴി നൽകി. തൃശൂർ ACP ഓഫീസിലെത്തിയാണ് പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകിയത്. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ ഓഫീസിന് നേരെ ഉണ്ടായ അക്രമത്തിലാണ് BJP CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ ലാത്തി പൊട്ടി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജസ്റ്റിൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കാതെ വന്നതോടെ BJP DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP സലീഷ് ശങ്കരന്റെ ഓഫീസിലെത്തി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ മൊഴി രേഖപ്പെടുത്തി. അക്രമം നടത്തിയ പോലീസുകാരനെതിരെ വകുപ്പുതല നടപടി ഉണ്ടായില്ലെങ്കിൽ പാർട്ടിയുമായി ആലോചിച്ച് മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി വ്യക്തമാക്കി. സമാധാനപരമായ മാർച്ചിനെ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിക്കുകയും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലയിൽ വലിയ രീതിയിൽ അടിക്കുകയും ചെയ്തു. മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ആക്രമണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഞങ്ങൾ പരാതിപ്പെട്ടു. പോലീസ് കമ്മീഷണർക്കും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും DIG ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും അവകാശം പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഞങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതിയുക്തമായ ഒരു നടപടി പ്രതീക്ഷിക്കുന്നു. നടപടി ആ രീതിയിൽ എടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് പാർട്ടിയുമായി ആലോചിച്ച് അതനുസരിച്ചുള്ള തീരുമാനമുണ്ടാകും. ആരാണ് ഈ തലയ്ക്ക് അടിച്ചതെന്നുള്ളത് പോലീസിലെ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാസ്കും ഹെൽമെറ്റും ധരിച്ച് ഉള്ളൊരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ കണ്ടെത്താമെന്ന് പോലീസ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ സാധിക്കും. ഒരു മുൻകൂട്ടിയുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പോലീസ് മുൻകൂട്ടി അത്തരത്തിലൊരു തീരുമാനമുണ്ടെന്ന് തോന്നിക്കുന്ന ഒന്നല്ല. പക്ഷേ ഞങ്ങൾ വലിയ രീതിയിലുള്ള ഈ മാർച്ചിൽ ഞങ്ങളെത്തിയ സമയത്ത് ന്യായമായ രീതിയിൽ അവിടെ പ്രവർത്തകരെ സമാധാനപരമായി ആ മാർച്ചിന് ഞങ്ങൾ അഭിസംബോധന ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഉദ്യോഗസ്ഥൻ ആക്രമിച്ചത്.
അദ്ദേഹം എന്തുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള വൈരാഗ്യമായിരിക്കും. അല്ല, ആ ഗൂഢാലോചനയെ കുറിച്ച് പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കും. ഗൂഢാലോചന പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവും. ഒരു മാർച്ച് വന്ന് വളരെ സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ ഒരു മാർച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകോപനവും കൂടാതെ പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ അധ്യക്ഷനെ അടിച്ചതിന് മുന്നിൽ തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയും ഞങ്ങൾ DGPക്കും DIGക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊടുത്ത പരാതിയിൽ ആ ഗൂഢാലോചനയെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളിലൂടെ അത് പുറത്തുവിടുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ, തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഈ സംഭവത്തിൽ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആരാധനായ ജില്ലാ അധ്യക്ഷന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. നടത്തറ പഞ്ചായത്തിലെ മുളയം വില്ലേജ് ഡിജിറ്റൽ സർവേയുടെയും ക്യാമ്പ് ഓഫീസിന്റെയും ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ജില്ലയിൽ 3ാം ഘട്ട ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെട്ട നടത്തറ പഞ്ചായത്തിലെ മുളയം വില്ലേജിന്റെ ഡിജിറ്റൽ ലാൻഡ് സർവേ ജോലികളുടെയും ക്യാമ്പ് ഓഫീസിന്റെയും ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. പട്ടയ വിതരണത്തിലും ഡിജിറ്റൽ റീസർവേയിലും സമാനതകളില്ലാത്ത നേട്ടമാണ് സംസ്ഥാനത്തുണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ ഏകദേശം 2 വർഷം പൂർത്തിയാകുമ്പോൾ 8 ലക്ഷം ഹെക്ടറോളം ഭൂമി പൂർണ്ണമായി അളന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം കേരളം ഏറ്റവും സുതാര്യവും വേഗതയേറിയതുമായ നടപടികളിലേക്ക് കടക്കുകയാണ്. കൈവശം വച്ചിരിക്കുന്ന ഭൂമി അർഹതപ്പെട്ടതാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ നല്ല ഇടപെടലായിരിക്കും ഡിജിറ്റൽ റീസർവേ എന്ന് മന്ത്രി അറിയിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്റെ ഭൂമി പോർട്ടലിലൂടെ മുഴുവൻ വില്ലേജുകളിലും സർവേയും ഡിജിറ്റൽ സർവേയും നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിന്റെ ഭാവി വികസന പദ്ധതികൾക്ക് പ്രയോജനപ്പെടുന്ന ആധുനിക രേഖയാണ് ലഭ്യമാവുക.
വലക്കാവ് സെന്റ് ജോസഫ് പള്ളി ഹാളിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ അൻസാദ് വിഷയാവതരണം നടത്തി. ഡിജിറ്റൽ സർവേ ജില്ലാ നോഡൽ ഓഫീസറായ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് ഡയറക്ടർ എം മണിക്കൂട്ടൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രജിത്, ചെയർപേഴ്സൺ ഇ എൻ സീതാലക്ഷ്മി, ചെയർമാൻ പി കെ അഭിലാഷ്, ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ജിയ ഗിഫ്റ്റൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഐശ്വര്യ ലിൻഡോ, ടി കെ അമൽറാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദീപ അനീഷ്, മിനി വിനോദ്, ജിനിത സുഭാഷ്, രാഷ്ട്രീയ പ്രതിനിധികളായ ടി ദിലീപ് കുമാർ, ജോയ് ആനിക്കാട്ട്, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തിരുന്നു. പരിശോധിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഡിജിറ്റൽ റീസർവേക്ക് നേതൃത്വം നൽകണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ഡിജിറ്റൽ റീസർവേ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് 2022 നവംബർ 1-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ ടാഗോർ സെന്റിനറി ഹാളിന്റെ അളവ് തന്റെ കയ്യിലുള്ള റഗ്ഗഡ് ടാബിലൂടെ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ വിശുദ്ധ അന്തോണിസിന്റെ ജന്മദിന തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 19 രാവിലെ 10:30 ദിവ്യബലിയിൽ ആർഭാടങ്ങൾ ഒഴിവാക്കി 250 ഡയാലിസിസ് രോഗികൾക്കുള്ള 12,50,000 രൂപയുടെ ഫണ്ട് വിതരണം കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ നിർവഹിച്ചു. വികാരി റവറന്റ് ഫാദർ ആന്റണി ചിറ്റിലശ്ശേരി, സഹവികാരി ഫാദർ അനീഷ് ജോസഫ് പുത്തൻപറമ്പിൽ, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ബ്രിസ്റ്റോ തൈപ്പാടത്ത്, കേന്ദ്രസമിതി പ്രസിഡന്റ് ബെന്നി ചക്കാലക്കൽ, കൈക്കാരന്മാരായ മൈക്കിൾ നൊറോണ, റോമി തോമസ് എന്നിവർ പങ്കെടുത്തു. ഡയാലിസിസിനായി നിരവധി ആളുകൾ അപേക്ഷ നൽകിയിരുന്നു. 100 പേർക്ക് നൽകാൻ തീരുമാനിച്ച ഫണ്ട് അപേക്ഷകളുടെ ബാഹുല്യ നിമിത്തം മുൻകൂട്ടി സമർപ്പിച്ച നാനാജാതി മതസ്ഥരായ 250 പേർക്ക് 5,000 രൂപ വീതം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. തൃശൂരിന്റെ ആശ്രയവും അഭയ കേന്ദ്രവുമായ ലത്തീൻ പള്ളിയുടെ സതുദ്യമത്തോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു. സ്വാതന്ത്ര്യദിന വാരാചരണത്തിന്റെ ഭാഗമായി അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മേജർ പി ജെ സ്റ്റൈജുവിനെ ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുരേഷ് പി വേണുഗോപാൽ പൊന്നാടയും ഉപഹാരങ്ങളും നൽകിയാണ് ആദരവ് നിർവഹിച്ചത്. സ്വാതന്ത്ര്യം കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് അർത്ഥം. NSS പ്രോഗ്രാം ഓഫീസർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളായ ഹർഷിത, അഫ്സൽ പി, സ്നേഹ രാമചന്ദ്രൻ, സൂരജ് എന്നിവർ പ്രസംഗിച്ചു. സെമിനാർ, ലേഖന മത്സരം, ചിത്രം വര എന്നിവയിൽ മത്സരങ്ങളുണ്ടായിരുന്നു. സൈനിക, അധ്യാപക, രക്തദാന, ലഹരി വിരുദ്ധ പ്രവർത്തന മേഖലകളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ആദരം നൽകിയത് എന്ന് അധ്യാപകൻ കൃഷ്ണകുമാർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജയശ്രീ മിനി ഹാളിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി വി എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CC ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് പ്രസിഡന്റ് NM സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി MA യൂസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി PH അഷ്റഫ്, KA അബ്ദുൽ ഖാദർ, V അച്യുതൻ, VN സുഭാഷ് എന്നിവർ സംസാരിച്ചു. കാര്യങ്ങൾ വന്നപ്പോഴാണ് നമ്മുടെ ജില്ലാടിസ്ഥാനത്തിൽ ഒരു പിരിവ് എടുത്തതും നമ്മുടെ ഈ ബ്ലോക്കിൽ തന്നെ ഒരുപാട് അംഗങ്ങൾ അതിൽ സഹായിക്കുകയും നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളൊരു ഒത്തുചേരൽ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് അദ്ദേഹത്തിന് മാന്യമായ രീതിയിലുള്ള സഹായം കൊടുക്കാൻ കഴിഞ്ഞു. ആ സഹായം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പത്തനംതിട്ട ജില്ലയിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുരുകേശൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മരണവും നമ്മളുടെ സംഘടനയ്ക്ക് തീരെ ദുഃഖമായിരുന്നു. അദ്ദേഹത്തിനും നമ്മുടെ താലൂക്ക് അടിസ്ഥാനത്തിലും നമ്മുടെ ജില്ലയിൽ തന്നെ 15,000 രൂപ കൊടുത്തു. അപ്പോൾ ആ 15,000 രൂപയുടെ വിഹിതമായിട്ട് തന്നെ നമ്മുടെ ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് അങ്കണവാടി പരിശീലന പരിപാടിയിലേക്ക് ഭക്ഷണ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിക്കുന്നു. സെപ്റ്റംബർ 8 മുതൽ 30 വരെയുള്ള പരിശീലന ദിവസങ്ങളിൽ 50 പേർക്ക് വീതം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണവും 2 നേരം ചായയും സ്നാക്സും വിതരണം ചെയ്യണം. പരിശീലനം നടക്കുന്ന കേരള ഹൌസിംഗ് ബോർഡിന്റെ പുല്ലഴിയിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 29 വൈകിട്ട് 3 മണിക്ക് മുൻപായി ഓർഡറുകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ചെമ്പൂക്കാവ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ICDS സെല്ലുമായി ബന്ധപ്പെടുക. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി,
കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. കാപ്പ ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ജിൻഡോ റിമാൻഡിലേക്ക്. 6 മാസക്കാലത്തേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം നിലനിൽക്കെ ജില്ലയിൽ പ്രവേശിച്ചതിനാണ് അറസ്റ്റ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ SI ജോർജ് KP, GSIമാരായ സുമേഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. ചെങ്ങനിയാടൻ ക്രിസ്റ്റിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടകര പോലീസ് സ്റ്റേഷനിലാണ് കേസിനാസ്പദമായ സംഭവം. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, സബ് ഇൻസ്പെക്ടർ സുരേഷ്, ASIമാരായ ബിനു പൗലോസ്, ഷീബ, അജി എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ പരാതിക്കാരന്റെ കാലിലൂടെ കാർ കയറ്റി നിർത്താതെ ഓടിച്ചുപോയ കേസിലെ പ്രതി റിമാൻഡിൽ. അണ്ണല്ലൂർ ഗുരുതുപ്പാല സ്വദേശി സുനിൽകുമാറിനെയാണ് മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ മാള സ്റ്റേഷനിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SI അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷൻസുമായി ഒല്ലൂരിൽ മേച്ചേരി സിൽക്സ് ഒരുങ്ങിയിരിക്കുന്നു. 2 വർഷം കൂടെ ഉണ്ടായിരുന്ന തൃശൂരിലെ ജനങ്ങൾക്ക് നന്ദിയുമായി ഒല്ലൂർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന മേച്ചേരി സിൽക്സ് മെഗാ ലക്കി ഡ്രോയും പുതുപുത്തൻ സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനങ്ങളുമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാനങ്ങൾ നേടാവുന്നതാണ്. ദിവസേന കൂപ്പണിൽ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഗൃഹോപകരണം സമ്മാനമായി നൽകുന്നു. ഒല്ലൂർ മേച്ചേരി സിൽക്സിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് 5000 ചതുരശ്ര അടി വിസ്തൃതിയിൽ വിശാലമായ ജെൻസ് ഫ്ലോർ ഒരുക്കിയിട്ടുണ്ട്. 2ാമത്തെ പുതുപുത്തൻ സമ്മാനം ഡെയിലി വെയർ സെക്ഷനാണ്. 2000 ചതുരശ്ര അടി വിസ്തൃതിയിലാണിത്. ഡെയിലി വെയർ, ഇന്നർ വെയർ, വസ്ത്രം മാറാനുള്ള വിശ്രമമുറി, ഹോം ഫർണിഷിംഗ് എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽക്സ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. അപ്പോൾ വൈകിക്കേണ്ട മേച്ചേരി സിൽക്സ് വിസിറ്റ് ചെയ്യൂ. നിരവധി ഓഫേഴ്സാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം വിപുലമായി ആഘോഷിക്കുന്നതിന് സംഘടിപ്പിച്ച സംഘാടക സമിതി യോഗം റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതി പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ എവുപ്രാസ്യമയുടെ 19ാം തിരുനാൾ ഓഗസ്റ്റ് 20 മുതൽ 29 വരെ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ തലക്കടിയേറ്റ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.